സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുകയാണ് സർക്കാർ. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 3 മാസത്തിലൊരിക്കൽ മാത്രമായിരിക്കും 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുക. ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടകളിൽ മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യൂ. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ നിർദ്ദേശം റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി ആരോപിച്ചത്. മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്നും സമിതി അറിയിച്ചിട്ടു. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ ഡിയാഗോ, മണ്ണെണ്ണ ദൗർലഭ്യമാണോ ഇങ്ങനൊരു നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? അഷിൻ, അരുൺ, ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു മണ്ണെണ്ണ വിതരണം അത് ഏറ്റെടുക്കില്ലെന്നുള്ള റേഷൻ ഡീലേഴ്സിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഇത് ഒരു മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുതിയ ഉത്തരവ് പ്രകാരം ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ ലഭിക്കൂ. ഈ കടകളിൽ മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുമുള്ളൂ. മറ്റൊന്ന്, 3 മാസത്തിലൊരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് വാങ്ങാനുമാകും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടേതാണ് ഈ ഒരു ഉത്തരവ്. ഈ ഉത്തരവിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ റേഷൻ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇത് 2 റേഷൻ കടകളിൽ മാത്രമായി ഈ മണ്ണെണ്ണ വിതരണം നടത്തുമ്പോൾ മറ്റ് റേഷൻ സാധനങ്ങൾ, അതായത് അരി, പച്ചരി, പഞ്ചസാര ഇങ്ങനെയുള്ള മറ്റ് സാധനങ്ങൾ കൂടി ആളുകൾ ഈ റേഷൻ കടകളിൽ നിന്ന് മാത്രം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ബാക്കി റേഷൻ കടകൾ, പഞ്ചായത്തിൽ ഉണ്ടാകുന്ന ബാക്കി 8ഓളം റേഷൻ കടകളുടെ കട തന്നെ പൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നാണ് ഈ വ്യാപാരികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്നൊരു ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുള്ളത്. ഇവരുമായി കൂടിയാലോചിച്ച് ഒരു ബദൽ മാർഗം കണ്ടെത്തണം എന്നുള്ളതും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനായി ആളുകൾ ഈ കടയിലേക്ക്, അതായത് ഈ മണ്ണെണ്ണ വിതരണം മാത്രമുള്ള റേഷൻ കടകളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ കട പൂട്ടിപ്പോകേണ്ട ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബദൽ മാർഗം ഇവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഒരു പുതിയ തീരുമാനത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ INTUCയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ പ്രധാനമായും ഈ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതത്തിൽ വരുത്തിയ കുറവാണ് സംസ്ഥാനത്ത് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മണ്ണെണ്ണ നിയന്ത്രണം, അതിൽ വരും ദിവസങ്ങളിൽ ഈ മണ്ണെണ്ണ ഇത് ആളിക്കത്താൻ തന്നെയാണ് സാധ്യത. മണ്ണെണ്ണ പ്രതിസന്ധി പ്രധാനപ്പെട്ട വിഷയമാണ്. മണ്ണെണ്ണ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. സർക്കാർ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 3 മാസത്തിലൊരിക്കൽ മാത്രമായിരിക്കും ഇനി അതും കിട്ടാൻ പോകുന്നത് 1/2 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും. വലിയ കുപ്പയായിട്ടൊന്നും പോകണ്ട, കുറച്ച് കിട്ടിയാലായി. അതും ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടകളിൽ മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യൂ. പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ നിർദ്ദേശം റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനം എന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി ആരോപിച്ചിരിക്കുന്നത്. അപ്പം മണ്ണെണ്ണയും ഇല്ല. അതാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. മണ്ണെണ്ണ നിർത്തട്ടെ, റേഷൻ അരിക്ക് ഒരു മണ്ണെണ്ണ ചുവയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതല്ലല്ലോ, മണ്ണെണ്ണയുടെ ഉദ്ദേശം വേറെയും റേഷൻ കടയിലെ അരിയുടെ ഉദ്ദേശം വേറെയുമാണ്. എന്തായാലും സപ്ലൈക്ക് പോയ സാധനമില്ല, മണ്ണെണ്ണയെങ്കിലും കത്തിച്ച് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാവുന്ന കരുതിയാൽ അത് നടക്കൂലേ എന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കുക.